Good morning. So last day we residential status individuals in the residential status discuss. So individual resident or individual resident so individual residential status discuss the basic conditions. One previous year 182 days or more previous year second basic condition and the first basic condition second basic condition and second basic condition 60 days or more during the previous year and then adinu mumbulla 4 varsham etra days aanu indiyil vendathu 365 days or more during 4 years immediately preceding the previous year. Just number മാത്രം എഴുതിട്ട് എക്സാമിന് ഒരു പ്രൊവിഷൻ എഴുതുമ്പോൾ 60 years or more during the previous year and 365 days or more during 4 years immediately preceding the previous year. Just 4 years മാത്രം എഴുതി നിർത്തരുത്. 4 years immediately preceding the previous year. So ഈ രണ്ട് കണ്ടീഷൻ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ് ആണെന്ന് പറയാം. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ that individual is a non-resident. Then resident ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? സോ റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്തുകൂടെ ടെസ്റ്റ് ചെയ്യണം? ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ ടെസ്റ്റ് ചെയ്യണം. സോ അതിന് രണ്ട് അഡീഷണൽ കണ്ടീഷൻ ആണുള്ളത്. അതിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഏതൊക്കെയായിരുന്നു രണ്ട് കണ്ടീഷൻസ്? ഏതൊക്കെയായിരുന്നു? That individual should be a resident in India any 2 years out of 10 years. So resident he should be in India no അല്ലെങ്കിൽ he should be stay in India എന്ന് എഴുതി കഴിഞ്ഞാൽ wrong ആണ്. He is resident in India 2 out of 10 years preceding the previous year. Then he should be in India for a period of dash days 730 days or more during dash 10 years 7 years preceding the previous year. Okay, so ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ആരാകും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ എന്താവും? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, ദെൻ 3 എക്സെപ്ഷണൽ കേസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് എക്സെപ്ഷണൽ കേസ്? ഇൻഡിവിജ്വലിന്റെ കേസിൽ 3 എക്സെപ്ഷണൽ കേസസ് ആണുള്ളത്. സോ ഫസ്റ്റ് എന്താണ്? Indian citizen leaving India as a crew member of Indian ship. Then second scenario endana? Indian citizen leaving India for his employment. Then third one endana? Indian citizen or Indian origin. So normally abroad ആണ് സ്റ്റേ ചെയ്യുന്നത്. Total income excluding foreign income less than 15 lakh ആണെങ്കിൽ then comes to India for a visit. So ഈ 3 സെനാരിയോയിൽ നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ആണെങ്കിൽ മാത്രം അയാൾ എന്താക്കും? റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. ദെൻ സോ ഇതിനെ ബേസ് ചെയ്ത്, അത് മൂന്നാമത്തെ കണ്ടീഷനെ ബേസ് ചെയ്താണ് അതിന്റെ അടുത്ത വശവും ദെൻ എന്താണ് പുതിയൊരു സെക്ഷൻ ആയിട്ടുള്ള ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ വരുന്നത്. ദെൻ അയാൾക്ക് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഫോറിൻ ഇൻകം ഗ്രേറ്റർ ദാൻ 15 ലാക്ക് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? സോ 15 ലാക്കിൽ കൂടുതലാണെങ്കിൽ എന്താണ്? രണ്ട് ബേസിക് കണ്ടീഷനും ആപ്ലിക്കബിൾ ആകും. അതായത് 182 ഡേയ്സ് ഓർ മോർ കണ്ടീഷനും ദെൻ സെക്കൻഡ് കണ്ടീഷനിൽ 60 ഡേയ്സിന് പകരം എത്രയായിട്ട് മാറും? 120 ഡേയ്സ് ഓർ മോർ പ്ലസ് 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ്. ദെൻ നമ്മുടെ സെക്കൻഡ് കേസ്, അതായത് ഇങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വല് സെക്കൻഡ് കേസ് ആണ്. ദാറ്റ് മീൻസ് 120 ഡേയ്സിന് മുകളിലാണ്, 182 ഡേയ്സിൽ താഴെയാണെങ്കിൽ പിന്നെ അയാളെ ഡയറക്റ്റ് ആയിട്ട് എന്ത് വിളിക്കും? അയാളെ റെസിഡന്റ് ആൻഡ് പിന്നെ അഡീഷണൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണോ? അയാൾക്ക് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? സെക്ഷൻ 6 സബ്സെക്ഷൻ 1A. സെക്ഷൻ 6 സബ്സെക്ഷൻ 1A എന്തായിരുന്നു?
deemed residential status for individual. So മൂന്നാമത്തെ പോയിന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 6 subsection 1. In case of Indian citizen having total income other than foreign income exceeding 15 lakh during the previous year is deemed to be a resident in India in that previous year if he is not liable to pay tax in any other country or territory, a reason of his domicile or residence or any other criteria similar in nature. Always treated as resident but not ordinarily a resident. So that means എന്താണ് 15 lakhന് മുകളിൽ ടോട്ടൽ ഇൻകം ഹാവിംഗ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം ഉള്ള ഒരാള് എന്താണ് 182 ഡേയ്സിലും താഴെയാണ് 120 ഡേയ്സിലും താഴെയാണെങ്കിൽ എന്താണ് സെക്ഷൻ 6 subsection 1 പെർവ്യൂവിൽ പുറത്തു പോകും. ആ എക്സെപ്ഷൻ കേസിന് എല്ലാത്തിനും പുറത്തു പോകും. ദെൻ അയാൾക്ക് എന്നിട്ട് എന്താണ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അയാൾ എന്താണ് അയാളുടെ ഡൊമിസൈലോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് ബാക്കി ഇൻകം വേറെ ഉള്ള കൺട്രിയിൽ ഒന്നും അയാൾക്ക് ടാക്സ് ഇല്ല എങ്കിൽ എന്താണ് ഇന്ത്യയിൽ അയാളെ റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. ഓർഡിനറി റെസിഡന്റ് ആയിട്ടല്ല, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. സോ ദാറ്റ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലേ? Then residential status of HUF. Residential status of HUF. Residential status of HUF. Section 6 subsection 2 ആണ്. So 6 subsection 1 ആയിരുന്നു എന്ത് പറഞ്ഞത്? Residential status of individual. Section 6 subsection 2 ആണ് residential status of HUF. So HUFനെ എപ്പോഴാണ് റെസിഡന്റ് എന്ന് പറയുന്നത്? HUFനെ എപ്പോഴാണ് റെസിഡന്റ് എന്ന് പറയുന്നത്? സോ HUF മീൻസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, നോട്ട് ചെയ്യാം. ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, വെരി ഇമ്പോർട്ടന്റ് വേർഡ്, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് its affairs. So that the HUF in the control and management of its affairs. Control and management of its affairs. That means affairs of HUF. Control and management. Control and management. Control and management of HUF is wholly or partly is situated in India. So ശ്രദ്ധിക്കുക, HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഒന്നുകിൽ ഫുൾ ആയിട്ട് ഓർ പാർട്ട്ലി. സോ ദാറ്റ് മീൻസ് മുഴുവനായിട്ട് തന്നെ വേണമെന്നില്ല, ഒരു ചെറുതായിട്ടെങ്കിലും പാർട്ട്ലി എങ്കിലും കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, HUFന്റെ അഫയേഴ്സിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഒന്നുകിൽ ഹോളി അല്ലെങ്കിൽ എന്താണ് പാർട്ട്ലി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. യെസ്, സോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെന്നെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? HUFനെ റെസിഡന്റ്. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി മാത്രമല്ല ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർട്ട്ലി ഇൻ ഇന്ത്യ, ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ HUFന്റെ എന്ത് പറയാം? റെസിഡന്റ്. ഇത് നോ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ടെസ്റ്റ് ചെയ്തത് HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണോ? അത് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. നോ, സോ ജസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ പറയുന്നത് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യക്ക് പുറത്താണ് മൊത്തം കൺട്രോൾ, ഒരു പാർട്ട്ലി കൺട്രോൾ പോലും ഇന്ത്യയിൽ ഇല്ല എങ്കിൽ ആ HUFനെ നമുക്ക് എന്ത് വിളിക്കാം?
non-resident. Clear ആണോ? So control and management wholly അല്ലെങ്കിൽ partly ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നമുക്ക് HUF നെ എന്ത് വിളിക്കാം? Resident HUF. So control management ശകലം പോലും, that means partly പോലും ഇന്ത്യയിൽ ഇല്ല എങ്കിൽ that HUF is called non-resident. HUF is called non-resident. Clear ആണോ? Then ഇനി ഇവിടെ നിങ്ങൾ ഈ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് നമുക്ക് അവിടെ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്താന്ന് എഴുതാനല്ല. സോ നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ തന്നെ പറയാം. ഒരു ബിസിനസ് HUF ഉണ്ട്. അതിന്റെ HUFന്റെ ഇത് നടക്കുന്നത് ഡേ ടു ഡേ വർക്കിംഗ് ബിസിനസ് മേ ബി ഡൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്താണ് കംപ്ലീറ്റ് ബിസിനസ് നടക്കുന്നത്. ബട്ട് അതിന്റെ സ്ട്രാറ്റജി ഫോർമുലേഷനും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡിസിഷൻ മേക്കിംഗ് ഫ്രം ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ അത് റെസിഡന്റ് ആകുമോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകുമോ? റെസിഡന്റ് അല്ലെ? സോ ഈ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ എന്താണോ അവർ ചെയ്യുന്ന ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുക എന്നല്ല കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യണം, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ അത് ഹോളി ഇന്ത്യയിൽ അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ, എൻറ്റയർ ബിസിനസ് ഔട്ട്സൈഡ് ആണെങ്കിലും, എൻറ്റയർ അവര് ഏൺ ചെയ്യുന്ന മൊത്തം ഔട്ട്സൈഡ് ആണെങ്കിലും, ഇറ്റ് ഈസ് കൺട്രോൾ ഫ്രം ഇന്ത്യ ആണെങ്കിൽ, ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ആ HUF നെ എന്ത് വിളിക്കും? നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന അബ്രോഡ് ആയിരിക്കാം, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അബ്രോഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ HO അല്ലെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ യൂണിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോൾ നിൽക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. സോ അങ്ങനെ ഇന്ത്യയിൽ പാർട്ട്ലി എങ്കിലും കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് HUF ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ HUF നെ എന്ത് വിളിക്കാം? റെസിഡന്റ് HUF. സോ ഇന്ത്യയിൽ ഒരു കൺട്രോളും ഇല്ല അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈസ് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഒന്നും തന്നെ ഇന്ത്യയിൽ ഇല്ല എങ്കിൽ ആ സെനാരിയോയിൽ നമുക്ക് ആ HUF നെ എന്ത് വിളിക്കാം? നോൺ റെസിഡന്റ്. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിരുന്നു ഇൻഡിവിജ്വലിന്റെയും HUF-ന്റെയും കേസിൽ റെസിഡന്റ് ആണെങ്കിൽ എന്തുകൂടെ ടെസ്റ്റ് ചെയ്യണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ ടെസ്റ്റ് ചെയ്യണം. റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൂടെ ടെസ്റ്റ് ചെയ്യണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാം. സോ നമ്മൾ എപ്പോഴാണ് ഒരു റെസിഡന്റ് HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആകുന്നത് അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുന്നത്? സോ നമ്മൾ ഇതെന്താണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? HUF നെ റെസിഡന്റ് HUF എന്ന് പറയാം. റെസിഡന്റ് HUF. നമുക്ക് എന്തറിയണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോന്ന് അറിയണം. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഒരു HUF റെസിഡന്റ് ആണെങ്കിൽ നമുക്ക് എന്തറിയണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ എന്ത് നോക്കും? കർത്ത. സോ HUF-ന്റെ കർത്ത, ദാറ്റ് മീൻസ് സീനിയർ മെയിൽ മെമ്പറിനെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് കർത്ത satisfies. So HUF-ലെ കർത്ത satisfies both the conditions under section 6 subsection 6. എന്താണ് ഈ അണ്ടർ സെക്ഷൻ 6 subsection 6 പറയുന്നത്? നമ്മൾ ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞിരുന്നു ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണെങ്കിൽ അയാള് ആ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്താണ്? നമ്മൾ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയും. അഡീഷണൽ കണ്ടീഷൻ അതെന്താണ്? രണ്ട് കണ്ടീഷനും ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇവിടെ HUF-ന്റെ കേസിൽ HUF എന്താണ്? ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. ദാറ്റ് മീൻസ് മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടാകും. സോ അത് റെസിഡന്റ് ആണെന്ന് എങ്ങനെ അറിയും? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ ആ ഒരു HUF റെസിഡന്റ് ആകും. ബട്ട് HUF റെസിഡന്റ് ആകും
HUF resident ആവും. Then ആ HUF, that means Hindu undivided family ആണ്, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടാവും. സോ നമ്മുടെ ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ആരെ എടുക്കും? കർത്ത. സോ ദാറ്റ് മീൻസ് കർത്ത എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അഡീഷണൽ കണ്ടീഷനില്, നമ്മൾ അഡീഷണൽ ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻസിൽ ബോത്ത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ, അഡീഷണൽ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആ HUF-നെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി. എന്താണ് അഡീഷണൽ കണ്ടീഷൻസ്? അഡീഷണൽ കണ്ടീഷൻസ് എന്താണ്? He should be resident in India 2 out of 10 previous years preceding the previous year. Then 730 days or more during 7 years immediately preceding the previous year. So രണ്ട് additional condition രണ്ടും satisfy ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആ HUF-നെ resident and ordinarily resident. Resident and ordinarily resident. Resident and ordinarily resident. Okay. Then അടുത്ത എന്താണ്? കർത്ത. കർത്ത does not satisfy. Karta does not satisfy any of the conditions under section 6 subsection 6. That means നമ്മൾ ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷനിൽ ഒരു കണ്ടീഷനെങ്കിലും കർത്ത സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ് ആണ്, ബട്ട് എന്തല്ല? ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആകും. സോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. സോ എപ്പോഴും ശ്രദ്ധിക്കണം, സ്റ്റുഡൻസ് നോർമലി ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത് ഈ പറയുന്ന കണ്ടീഷൻ കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ വരും. നമ്മൾ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണെങ്കിൽ പിന്നെ കർത്തയുടെ ഇത് നോക്കി സമയം കളയരുത്. നോൺ റെസിഡന്റ് ആണെങ്കിൽ വേറെ ഒരു സ്റ്റാറ്റസും ഇല്ല. നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആണ്. റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് റെസിഡന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? നമ്മളിപ്പം ഇൻസിഡൻസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്തിന്റെ പുറത്താണ് ടാക്സ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്? ദാറ്റ് മീൻസ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന റെസിഡന്റ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആണോ, റെസിഡന്റ് ആണെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്ന കാറ്റഗറി വെച്ചിട്ടാണ്. സോ ഒരു HUF റെസിഡന്റ് ആകുന്ന എപ്പോഴാണ്? ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഉണ്ടോ, ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും കൺട്രോൾ ഉണ്ടെങ്കിൽ, അവരുടെ ബിസിനസ് അഫയേഴ്സിന്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? റെസിഡന്റ് ആണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അഫയേഴ്സ് ഈസ് ഓൺലി ഔട്ട്സൈഡ് ഇന്ത്യ, then that HUF is called a non-resident. So control and management പാർട്ട്ലി എങ്കിലും ഉണ്ടെങ്കിൽ റെസിഡന്റ് ആയി. റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് സ്റ്റാറ്റസ് കൂടെ ഡിറ്റർമൈൻ ചെയ്യണം? ഓർഡിനറിലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ ഡിറ്റർമൈൻ ചെയ്യണം. സോ അതിന് നമ്മൾ എടുക്കുന്ന ആരെയാണ്? കർത്തയാണ്. HUF-ന്റെ കർത്ത എന്താണ്? അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് HUF ഈസ് എ resident and ordinarily resident. If HUF does not, Karta of HUF does not satisfy any of the additional condition, then that HUF is called a resident but not ordinarily resident. Clear now? Question number, third question. Mr. B, a Canadian citizen who comes to India for the first time during the previous year 1890. During financial year 1819, 1920, 2021, 2122 and 2223. He was in India for 55 days, 60 days, 90 days, 150 days, 70 days, respectively. Determine his residential status for the assessment year 23-24. Now try cheya. Question ഒന്ന് വായിക്കാം. ഇതൊരു ആൻസർ. So previous year 22-23 എത്ര ഡേയ്സ് ആണ്? 70 days. So that means നമുക്ക് എന്താണ്? പ്രീവിയസ് ഇയറിൽ 70 days ആണുള്ളത്. സോ നമ്മൾ എന്ത് കണ്ടീഷൻ നോക്കണം? മോർ ദാൻ 60 ഉണ്ട്, മോർ ദാൻ 60 ഉണ്ട്. Therefore നമുക്ക് എന്താണ്? പ്രീവിയസ് ഇയറിലെ 182 days കണ്ടീഷൻ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 60 days or more during the previous year, then അതിന് തൊട്ട് മുമ്പുള്ള
preceding previous years. 21, 22, then 20, 21, 19, 20, 18, 19. 55, then 60. 22, 70, then 150, 90, 60, 55. Then neurons. So in total, 355. 355 days. That means 182 days or more condition satisfy in the first basic condition satisfy in the then 60 days or more and 365 days or more. So 355 so we can individual. Then Mr. B does not satisfy. Mr. B does not satisfy any of basic conditions under section 6 subsection 1. Therefore, he is a non-resident. Non-resident. He is a non-resident for the previous year 22, 23 assessment year 23, 24. Then next question. Okay. The business of HUF is transacted from Australia and the policy and decisions are taken here. Mr. E is the Karta of HUF who was born in Kolkata, visit India during the previous year 22-23 after 15 years. He comes to India on 1/4/2022 and leaves for Australia on 1/12/2022. Determine the residential status of Mr. E and the HUF. So, in the HUF name residential status Mr. E name residential status question information. HUF ഉണ്ട്. HUF ന്റെ ബിസിനസ് എവിടെയാണ് ബിസിനസ് നടക്കുന്നത്? ഇന്ത്യയിലാണോ ഇന്ത്യക്ക് പുറത്താണോ? Business of HUF is transacted from Australia. So that means business എന്താണ്? Outside India. Outside India ആണ് business നടക്കുന്നത്. Then എന്താണ്? All the policies and decisions are taken there. So control and management. So no, all our words, all the policies and the decisions are taken there. So that means there will not be any decision or policy taken in India. So that means control and management wholly outside India. Control and management wholly outside India. So control and management wholly outside India ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? HUF is a non-resident, non-resident for the assessment year 23-24. No, HUF non-resident ആണെങ്കിൽ പിന്നെ കർത്തയുടെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് HUF-നകത്ത് കയറി അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ പറയാൻ നിൽക്കരുത്. എന്താണ്? HUF-ന്റെ ബിസിനസ് ഈസ് ട്രാൻസാക്ടഡ് ജനറലി ഔട്ട്സൈഡ് ഇന്ത്യ. സോ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. ദെൻ HUF-ന്റെ എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീർന്നു. എന്താണ്? HUF is a non-resident. HUF എന്താണ്? ഒരു നോൺ റെസിഡന്റ് ആണ്. HUF ഒരു നോൺ റെസിഡന്റ് ആണ്. HUF ഒരു നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, HUF ഒരു നോൺ റെസിഡന്റ് ആണ്.
ക്ലിയർ ആണോ? ദെൻ ഇതിനകത്ത് HUF-ന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കർത്തയുടെ Mr. E, the Karta of HUF who was born in Kolkata, visit India during the previous year 22-23 after 15 years. After 15 years. After 15 years. That he comes to India on 1/4/2022 and leaves for Australia on 1/12/2022. Determine residential status of Mr. E. So, നമ്മൾ HUF-ന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ് മിസ്റ്റർ ഇ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് കണ്ടുപിടിക്കുക പ്രീവിയസ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്. സോ എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്ന അയാള് 1/4/22. സോ പ്രീവിയസ് ഇയർ 22-23 അയാള് 1/4 എന്ന് പറയുമ്പോൾ ഏപ്രിലില് എത്ര ദിവസം ഉണ്ട് ഇന്ത്യയില്? ഏപ്രിലില് 30 days. നമുക്ക് ജസ്റ്റ് ആൻസർ എഴുതരുത്, ആ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിച്ച് വേണം. സോ 4 മാർക്ക് ക്വസ്റ്റൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ആൻസർ എഴുതുക. നമുക്കൊരു ക്വസ്റ്റൻ ആണെങ്കിൽ വർക്കിംഗ്സിന് മാർക്ക് ഉണ്ട്. നമ്മൾ ആ ഒരു ഡേയ്സ് കണ്ടുപിടിച്ച്, അതായത് 182 ഡേയ്സിന്റെ മോർ ആണോ അല്ലെങ്കിൽ കുറവാണോ, എന്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നതെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഏപ്രിൽ, മെയ് എത്രയാണ്? 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31 എന്നിവരെയാണുള്ളത്. 1/12/2022 വരെ. സോ സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്? 30 days. Then ഒക്ടോബറിൽ 31 days. നവംബറിൽ 30 days. ഡിസംബറിലോ ഉണ്ടോ ഇന്ത്യയില്? ഇൻഡിവിജ്വലിന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ വരുന്ന ദിവസവും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസവും ഇൻക്ലൂഡഡ് ആണ്. സോ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന എന്താണ്? ഡിസംബർ 1-നാണ്. ദാറ്റ് മീൻസ് ഡിസംബർ 1 എന്നുള്ളത് എന്താണ്? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസവും ആ ഒരു ദിവസവും എന്തായിട്ട് എടുക്കും? ഇന്ത്യയിൽ ഉള്ളതായിട്ട് എടുക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ എത്ര ഡേയ്സ് വരും? 245 ഡേയ്സ് അല്ലെ? സോ പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ ഇ, അതായത് ഇൻഡിവിജ്വൽ, പ്രീവിയസ് ഇയർ 22-23 എന്താണ്? 182 ഡേയ്സിനെക്കാട്ടിലും സ്റ്റേ ഗ്രേറ്റർ ദാൻ 182 ഡേയ്സ്. സോ 182 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ്. എപ്പോഴും ശ്രദ്ധിക്കണം, റെസിഡന്റ് എന്ന് എഴുതി ആൻസർ ഫിനിഷ് ചെയ്താൽ യു വിൽ നോട്ട് ഗെറ്റ് എനി ക്രെഡിറ്റ്. റെസിഡന്റ് ആണോ? ഇൻഡിവിജ്വലും HUF-ഉം റെസിഡന്റ് ആണോ? എന്തുകൂടെ നമ്മൾ പറയണം, ക്വസ്റ്റ്യനിൽ എടുത്ത് പറയില്ല, നമ്മൾ എന്തുകൂടെ ടെസ്റ്റ് ചെയ്ത് പറയണം. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. സോ ഇവിടെ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. Normally, policy decision making Mr. Karta of HUF who was born in Calcutta and visit India during the previous year 22-23 after 15 years. That means 15 years എന്താണ്? അയാൾ ഇന്ത്യയിലേ ഇല്ല, അയാൾ എവിടെയാണ്? ഓസ്ട്രേലിയയിലായിരുന്നു. 15 ഇയേഴ്സിന് ശേഷമാണ് എന്ത് പറയുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും പുറയിലേക്ക് 15 വർഷം പുറയിലേക്കാണെന്നാണ്. ഇന്ത്യയിൽ ഒരു ദിവസം പോലും ഇല്ല. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇന്ത്യയിൽ ഒരു ദിവസം പോലും ഇല്ലാത്തതുകൊണ്ട് അഡീഷണൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും സാറ്റിസ്ഫൈയോ? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. Therefore നമുക്ക് എന്താ പറയാം? Resident but not ordinarily resident. Okay. Mr. E. Since Mr. E comes to India after 15 years. So 15 വർഷം കഴിഞ്ഞാണ് വരുന്നത്. He does not satisfy
the condition, any of the condition for being ordinarily resident. So ordinarily resident ആകുന്ന ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ല because he comes to India after a long 15 years. 15 years കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ നമുക്ക് മിസ്റ്റർ ഇയെ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ് ആൻഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്? മിസ്റ്റർ ഇയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോട്ട് റെസിഡന്റ്. ക്ലിയർ ആണോ? Residential status of companies. Residential status of a company. Okay. So നമ്മൾ ഇൻഡിവിജ്വലിനെ ഡിസ്കസ് ചെയ്തു, HUFന്റെ ഡിസ്കസ് ചെയ്തു, then residential status of a company. So ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ പോവാണ്. 6 subsection 3 ആണ് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. സോ നിങ്ങള് കമ്പനീസ് ആക്ടിൽ പഠിക്കുന്ന പോലെ എന്താണ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ആ ഒരു ഇതല്ല പറയുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് പർപ്പസിന് കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഫസ്റ്റ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ, ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെസിഡന്റ്. Then other than Indian company, that means other than Indian company അല്ല മീൻസ് obviously എന്തായിരിക്കും? അതൊരു ഫോറിൻ കമ്പനി ആയിരിക്കും. other than Indian company. So that means obviously നമ്മൾ എന്ത് പറയും? ഒരു ഫോറിൻ കമ്പനി എന്ന് പറയും. ഫോറിൻ കമ്പനി. ഓക്കെ. സോ ഒരു ഫോറിൻ കമ്പനി എപ്പോഴാണ് റെസിഡന്റ് ആകുന്നത്? സോ ഇന്ത്യൻ കമ്പനി ആകുന്ന എഴുതി വെക്കരുത്. സോ നോർമലി സ്റ്റുഡൻസ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ അല്ലാതെ ഇന്ത്യ ഓൾറെഡി അതെന്താണ്? ഒബ്വിയസ്ലി അതെന്താണ്? ഫോറിൻ കമ്പനിയാണ്. ഇൻകം ടാക്സ് പർപ്പസിന് അയാൾ റെസിഡന്റ് ആണ്. നമുക്ക് എന്താണ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടത്? കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. സോ ഏത് പേഴ്സൺ, സോ 2 subsection 31 പ്രകാരമുള്ള പേഴ്സൺ എടുക്കുമ്പോൾ നമുക്ക് ഏത് പേഴ്സൺ എടുത്താലും നമ്മൾ എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ അതർ ദാൻ ഇന്ത്യൻ കമ്പനി, ദാറ്റ് മീൻസ് ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? സോ നമ്മൾ HUFന്റെ കേസിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? അല്ല എന്തിന്റെ ബേസിസിലായിരുന്നു നമ്മൾ HUFനെ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് അല്ലെ, ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ എങ്കിൽ നമ്മൾ റെസിഡന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ നമുക്ക് ഒരു 2-3 വർഷം മുമ്പ് പണ്ട് അതിനു മുമ്പ് യൂസ് ചെയ്യുന്ന ഇതിനും കമ്പനിക്ക് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്നായിരുന്നു. ബട്ട് സോ 3 വർഷം മുമ്പ് നമുക്ക് ഇത് അമെൻഡ് ചെയ്തു. സോ അവിടെ യൂസ് ചെയ്യുന്ന വേർഡ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. പ്ലേസ് ഓഫ് effective management is in India in that previous year. So previous year എന്താണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, place of effective management. So നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. place of effective management, POEM, place of effective management. So previous year place of effective management is in India. So ഇന്ത്യയിലാണ് previous year place of effective management എങ്കിൽ place of effective management
എങ്കിൽ നമുക്ക് യെസ് ആണെങ്കിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യ ആണെങ്കിൽ എന്താണ്? അതൊരു റെസിഡന്റ് കമ്പനിയാണ്. സോ ഇന്ത്യൻ കമ്പനി ആണെന്ന് എഴുതി വെക്കരുത്, അതൊരു റെസിഡന്റ് കമ്പനി ആകും. ദെൻ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓൾറെഡി അതൊരു ഫോറിൻ കമ്പനിയാണ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? നോൺ റെസിഡന്റ്. non-resident. Place of effective management. Place of effective management. Then, so എന്താണ് place of effective management എന്നൊരു question വരാം. Place of effective management എന്താന്ന് നോക്കാം. Place of effective management means a place where key management and commercial decisions that are necessary for the conduct of the business of any entity as a whole or in substance made. No. So that means എന്താണ്? ഇതൊരു ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ ആണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്. ബട്ട് അതിന്റെ സ്ട്രാറ്റജി, അതിനകത്ത് ഒന്നുകിൽ എല്ലാ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എവിടുന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. സോ ആക്ച്വലി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പോലെ തന്നെയാണ് വരുന്നത്, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. ബട്ട് അതിനകത്ത് ആ വേർഡ് തന്നെ യൂസ് ചെയ്യണം. കമ്പനിയുടെ കേസിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് എഴുതുന്നത് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. സോ കീ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ, ദാറ്റ് മീൻസ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുക എന്നല്ല ഇവിടെയും പറയുന്നത്. കീ മാനേജ്മെന്റ്, ദാറ്റ് മീൻസ് എന്താണ്? സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ദാറ്റ് ആർ നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ആൻ എൻറ്റിറ്റി വാസ് as a whole or in substance. That means complete ഇന്ത്യയിൽ വേണമെന്നില്ല, ബട്ട് എന്താണ്? സ്ട്രാറ്റജിയിൽ ചിലതെങ്കിലും സബ്സ്റ്റന്റ് ആയിട്ടുള്ള ഇത് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ് അഫക്ട് ചെയ്യുന്ന സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫോറിൻ കമ്പനിയൊക്കെയാണ് സംബന്ധിച്ചു. ബട്ട് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദാറ്റ് പ്രീവിയസ് ഇയർ. ദെയർഫോർ ആ ഫോറിൻ കമ്പനിയെ എന്തായിട്ട് കണക്കാക്കും? റെസിഡന്റ്. ക്ലിയർ ആണോ? ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ പിന്നെ ആവശ്യമില്ലാതെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്നുള്ള വേർഡ് കൊണ്ടുവരുന്നത്. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? റെസിഡന്റ് കമ്പനി ആയിരിക്കും. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഇറ്റ് ഈസ് എ പക്ക ഫോറിൻ കമ്പനി. പ്രീവിയസ് ഇയർ 22-23 സോ അതിന്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ബോംബെയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീവിയസ് അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഒരു റെസിഡന്റ് കമ്പനി. സോ പ്രീവിയസ് അത് ഓൾറെഡി ഒരു ഫോറിൻ കമ്പനിയാണ്. പ്രീവിയസ് ഇയറിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യ അല്ല. സോ ഇന്ത്യയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ഡിസിഷനോ അല്ലെങ്കിൽ കീ മാനേജ്മെന്റ് ഡിസിഷനോ എടുക്കുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? പ്യൂർലി അതൊരു ഫോറിൻ കമ്പനിയാണ്. ഇന്ത്യയിൽ എന്താണ്? പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് ഒന്നും തന്നെ വരുന്നില്ല. Therefore ആ കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ റെസിഡന്റ് കമ്പനി. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അതർ പേഴ്സൺസ്. സോ അതിനകത്ത് 6 സബ്സെക്ഷൻ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം അല്ലെങ്കിൽ AOP പറയുന്നത്. ബാക്കിയെല്ലാം AOP, BOI, ലോക്കൽ അതോറിറ്റി, AJP എല്ലാം കൂടെ ഒരു 6 സബ്സെക്ഷൻ 4 6 സബ്സെക്ഷൻ 2 ആയിട്ടാണ് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അതർ പേഴ്സൺസ്. Residential status of other persons. Residential status of other persons. Residential status of others. ഇത് പറഞ്ഞ 6 subsection 4 Then residential status of ഫേം അല്ലെങ്കിൽ AOP പറയുന്നത് അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 നമ്മൾ HUF പറഞ്ഞ അതേതാണ്, സബ്സെക്ഷൻ 2 പറയുന്നത്. സോ ഇതിന്റെ എല്ലാ കേസിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് of its affairs
its affairs is wholly or partly in India during the previous year. No. So ഫേമിനും AOP-ക്കും BOI-ക്കും ലോക്കൽ അതോറിറ്റിക്കും AJP-ക്കും എല്ലാം സെയിം ആണ് വരുന്നത്. സോ ഫേമും AOP മാത്രം പക്ഷേ 6 സബ്സെക്ഷൻ 2-ലാണ് വരുന്നത്. ബട്ട് കണ്ടീഷൻസ് എല്ലാം സെയിം ആണ്. എന്താണ് നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. സോ ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ്. അപ്പൊ നമുക്ക് റെസിഡന്റ് ആണെങ്കിൽ ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് രണ്ടേ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ, ഇൻഡിവിജ്വലിനും HUF-നും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആർക്കും തന്നെ, അതുകൊണ്ടാണ് HUF-ന്റെ കൂടെ ഇതിനെ 6 സബ്സെക്ഷൻ 2-ലാണെങ്കിൽ പോലും HUF-ന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്നത്. ദെൻ control, no, that means wholly outside India. Wholly outside India ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് wholly outside India ആണെങ്കിൽ നോൺ റെസിഡന്റ്. ക്ലിയർ ആണോ? സോ ഇപ്പൊ എല്ലാ പേഴ്സൺസിന്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാ പേഴ്സൺസിന്റെയും. നെക്സ്റ്റ് വൺ. സോ ഇതിനകത്ത് നമുക്ക് ബേസിക്സിൽ നിന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പോലെ തന്നെ ചോദിക്കാവുന്ന, അല്ലെങ്കിൽ വലിയൊരു ക്വസ്റ്റ്യനിൽ പോലും നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിൽ ഇൻസിഡൻസ് ഓഫ് ഇൻകം, സെക്ഷൻ 5 ആണ് ഇൻസിഡൻസ് ഓഫ് ഇൻകം പറയുന്നത്. സെക്ഷൻ 5 ഇൻസിഡൻസ് ഓഫ് ഇൻകം. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 5. സോ നോക്കാം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻകം, അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം ഇൻ ദ സെൻസ് എന്താണ്? ടാക്സബിൾ ഇൻകം ആണ്. ടാക്സബിൾ ഇൻകം. ദെൻ ആ ടാക്സബിൾ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്താണ് സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കറസ്പോണ്ടിങ് റേറ്റ് അപ്ലൈ ചെയ്യുന്നു. ദെൻ നമുക്ക് സോ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഉണ്ടോ? സോ നമുക്ക് വേണ്ട എന്താണ്? 5 ഹെഡില് ഇൻകം അല്ലെ? സോ നമ്മൾ 5 ഹെഡ്സ് ആയിട്ട് പറഞ്ഞു. നമ്മൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. സോ ഇൻകം നമ്മൾ നോർമലി എന്ത് പറഞ്ഞു? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 5 ഹെഡ്സ് ആയിട്ടുണ്ട്. ബട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻകത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്ന്, ഇൻകത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഇന്ത്യൻ ഇൻകം, then foreign income. Okay. So നമ്മൾ 5 ഹെഡില് ഡിറ്റർമൈൻ ചെയ്യുന്ന ഇൻകം, 5 ഹെഡില് നമ്മൾ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മൾ ഇൻകത്തിനെ മേജർലി നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഇന്ത്യൻ ഇൻകം, ഒന്നുകിൽ അത് ഇന്ത്യൻ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം, ഔട്ട്സൈഡ് ഇന്ത്യ ഇൻകം, ദാറ്റ് മീൻസ് ഫോറിൻ ഇൻകം. ദെൻ എങ്ങനെയാണ് ഒരു ഇൻകം ഇന്ത്യൻ ഇൻകം ആണെന്ന് തിരിച്ചറിയുന്നത്? ഇന്ത്യൻ ഇൻകം ആകുന്ന എപ്പോഴാണ്? ഒരു ഇൻകം എന്ന് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യൻ ഇൻകത്തിന് ഉണ്ടോ? ഇന്ത്യൻ ഇൻകം നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയണം. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻസിഡൻസ് ഓഫ് ഇൻകം, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് അത് ഇന്ത്യൻ ഇൻകം ആണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആണോ? ഹെഡ്സ് ഓഫ് ഇൻകത്തിനേക്കാട്ടിൽ ഉപരി എന്ത് വരും? ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ആപ്ലിക്കബിൾ ആകുന്നത്. അതിന്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി ആപ്ലിക്കബിൾ ആകുന്നത്. സോ ഒരു ഇന്ത്യൻ ഇൻകം ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഞാനൊരു വർക്ക് ചെയ്തു. സോ ഞാനൊരു വർക്ക് ചെയ്തു, എനിക്ക് പേയ്മെന്റ് കിട്ടി, ഇന്ത്യയിൽ പേയ്മെന്റ് കിട്ടി. സോ അത് ഇന്ത്യൻ ഇൻകം ആണോ അല്ലയോ?
സോ നമുക്ക് സാലറി ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടത് ഒരു എക്സാമ്പിൾസ് എന്നേക്കാൾ ഉപരി എപ്പോഴാണ് ഇന്ത്യൻ ഇൻകം ആണ്. ഇപ്പൊ പക്ഷെ പറഞ്ഞ പോലെ സാലറി ഫ്രം ഇന്ത്യൻ കമ്പനി, സാലറി ഫ്രം ഇന്ത്യൻ കമ്പനി, ഓക്കെ, സാലറി ഫ്രം ഇന്ത്യൻ കമ്പനി. സോ ദാറ്റ് മീൻസ് സാലറി ഫ്രം ഇന്ത്യൻ കമ്പനി, ദാറ്റ് മീൻസ് എന്ത് കിട്ടി ആ ഒരു ഇൻഡിവിജ്വലിന്? സാലറി കിട്ടി. ദാറ്റ് മീൻസ് സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ ഒന്നുകിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യണം. ഈ രണ്ട് സെനാരിയോയിൽ നമ്മൾ ആ ഇൻകത്തെ എന്ത് പറയും? ഇന്ത്യൻ ഇൻകം. സോ ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ അക്രൂ ഓർ arise in India. Accrue or arise in India, or deemed to be to accrue or arise in India. ഒന്നുകിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. സോ രണ്ടാമത്തെ കേസ് എന്താണ്? ഒന്നുകിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഈ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ ഒന്നുകിൽ ഇന്ത്യയിൽ കിട്ടിയതായിരിക്കണം, അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷനിലൂടെ എന്താണ് ദാറ്റ് ഇൻകം ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് ഒന്നുകിൽ അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അക്രൂ ചെയ്തിട്ടുള്ള ഇൻകം ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എറൈസ് ചെയ്ത ഇൻകം ആയിരിക്കണം, അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ വെച്ച് എന്താണ് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് മീൻസ് എന്താണ്? ഒന്നുകിൽ ഇന്ത്യയിൽ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എറൈസ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇന്ത്യയിൽ എറൈസ് ചെയ്തിട്ട് ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ. സോ ഒന്നുകിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യണം, അല്ലെങ്കിൽ എറൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ ആ ഇൻകത്തെ നമുക്ക് എന്ത് പറയാം? ഇന്ത്യൻ ഇൻകം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഫോറിൻ ഇൻകം എന്തായിരിക്കും? ഫോറിൻ ഇൻകം എന്തായിരിക്കും? അക്രൂ ഔട്ട്സൈഡ്. സോ എന്തായിരിക്കും? രണ്ടും പറയണം. ഫോറിൻ ഇൻകം മീൻസ് എന്താണ്? ഒന്നുകിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്താൽ ഇന്ത്യൻ ഇൻകം ആണ്, ഇന്ത്യയിൽ ഫോറിനാണ് അക്രൂ ചെയ്ത് ഇന്ത്യയിൽ റിസീവ് ചെയ്താലും എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഫോറിൻ ഇൻകം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അക്രൂഡ് ഓർ എറൈസ്, അക്രൂ ഓർ എറൈസ് ഓർ റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. നമുക്ക് ഇതിനെ എന്ത് പറയാം? ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻകം. ഇന്ത്യയിൽ കിട്ടിയിട്ടുമില്ല, ഇന്ത്യയിൽ എറൈസ് ചെയ്തിട്ടില്ല. അക്രൂഡ് ആൻഡ് എറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലെ ആ പറയുന്ന ഇൻകം എന്താണ്? അക്രൂ ചെയ്തോ അല്ലെങ്കിൽ എറൈസ് ചെയ്തതോ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. ദെൻ എന്താണ് കിട്ടിയതോ? സോ ഇന്ത്യക്ക് പുറത്ത് അക്രൂ ചെയ്ത് സംബന്ധിച്ചു, പക്ഷേ നിങ്ങൾ ആ ഇൻകം റിസീവ് ചെയ്ത ഇന്ത്യയിലാണോ? അല്ല, അതും ഔട്ട്സൈഡ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പക്ക ഫോറിൻ ഇൻകം. ക്ലിയർ ആണോ? ഫോറിൻ ഇൻകത്തെ തന്നെ നമ്മൾ രണ്ടായിട്ട്, നമ്മുടെ ഒരു ടാക്സ് പർപ്പസ് നമുക്ക് ഇവിടെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഫോറിൻ ഇൻകത്തെ ഇന്ത്യൻ ഇൻകം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ ഇൻകം എന്താണ്? ഒന്നുകിൽ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടാവണം റിസീവ്ഡ്, അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ വെച്ച് റിസീവ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ അക്രൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ എറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ വെച്ചിട്ട് ഇന്ത്യയിലെ അക്രൂ അല്ലെങ്കിൽ എറൈസ് ആയിരിക്കണം. ദെൻ മറ്റേ സെനാരിയോ എന്താണ്? ഇന്ത്യയിലല്ല, റിസീവ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലല്ല, അക്രൂ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെങ്കിൽ ഇറ്റ് ഇസ് എ പക്ക ഫോറിൻ ഇൻകം. നമ്മൾ ഇതിനെ രണ്ടായിട്ട്, ഇവിടെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടാവുന്നത്. ദെൻ ഫോറിൻ ഇൻകത്തിനെ തന്നെ, സോ ഇവിടെ ഫോറിൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ ഫോറിൻ, ഇന്ത്യക്ക് പുറത്ത് ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ട്, അതിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് ഇൻകം കിട്ടുകയാണെങ്കിൽ. സോ അല്ലാത്ത കേസ് എല്ലാം, സോ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് അക്രൂ ചെയ്യുന്നത്, ഇന്ത്യയിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അറ്റ് പക്ക ഇന്ത്യൻ ഇൻകം. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ആളുടെ ബിസിനസ്, ഒരു പേഴ്സന്റെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അബ്രോഡ് ആണ്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻകം റിസീവ് ചെയ്യുന്നത്. പക്ഷേ കൺട്രോൾ
from or set up in India. Okay. ഈ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തത് ഇന്ത്യയിലാണെങ്കിൽ, ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ഡേയും പറഞ്ഞു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രൊഫഷണൽ ആണ്. സോ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് അവിടെ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് അക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ എറൈസ് ചെയ്യുന്ന സർവീസ് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. ദെൻ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ വാങ്ങിക്കുന്നു എങ്കിൽ ആക്ച്വലി എന്തുവരും? ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നില്ല, റിസീവ് ചെയ്യുന്ന അപ്പുറമാണ്. പക്ഷേ ആ ഒരു പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? അയാളുടെ ഓഫീസും കാര്യങ്ങളും ഉള്ളതൊക്കെ എവിടെയാണ്? ഇന്ത്യയിലാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സെനാരിയോ ഉണ്ട്. നമ്മൾ അതിനേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ബിസിനസ് ആൻഡ് പ്രൊഫഷൻ കൺട്രോൾ ഫ്രം ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ കൺട്രോൾ എല്ലാം എന്താണ്? ഔട്ട്സൈഡ് ഇന്ത്യ. Then business or profession set up from outside India. Set up outside India. Okay. So ഇതിനെ ഇങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. Then ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലാത്ത ബാക്കി എല്ലാം നമ്മൾ എന്തിനകത്ത് വരും? അതേഴ്സ്. ഓക്കെ. ഫോറിൻ ഇൻകത്തിനെ മാത്രം സോ ഇന്ത്യയിൽ അക്രൂ ചെയ്യോ അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യോ അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊഫഷൻ യൂസ് ചെയ്താണെങ്കിലും എല്ലാം എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. ദെൻ അക്രൂ ചെയ്യുന്നതും പേ ചെയ്യുന്ന റിസീവ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. പക്ഷേ അതിൽ നമ്മൾ എന്താണ്? ഒരു കാറ്റഗറി മാത്രം പിക്ക് ചെയ്യും. ബിസിനസ്സോ പ്രൊഫഷനോ ആണെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്യും? കൺട്രോൾ അല്ലെങ്കിൽ സെറ്റപ്പ്, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന എവിടാന്ന് നോക്കും. ദെൻ ബിസിനസ്സോ പ്രൊഫഷനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എല്ലാം നമ്മൾ എന്തിനകത്ത് പെടുത്തും? അതേഴ്സ്. സോ ഇത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു പോയിന്റ് ആണ്. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ഫ്രം ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണോ എന്നുള്ളതാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നമുക്കിനി ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻസിഡൻസ് ഓഫ് ഇൻകം, ദാറ്റ് മീൻസ് ഒരു ഇൻകം ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണോ അല്ലെങ്കിൽ നോൺ ടാക്സബിൾ ആണോ എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടാക്സബിൾ ആണോ നോൺ ടാക്സബിൾ ആണോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇൻകം, ദെൻ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഏതൊക്കെയാണുള്ളത്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, ദെൻ നോൺ റെസിഡൻസ്. ഓക്കെ അല്ലേ? ഇൻകം നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഇൻകം ഉണ്ട്? ഇൻകം ഏതൊക്കെയാണുള്ളത്? 2 ടൈപ്പ് ഓഫ് ഇൻകം അല്ലേ ഉള്ളത്. ഒന്നുകിൽ ഇന്ത്യൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ ഇൻകം. ഓക്കെ. സോ ഫസ്റ്റ് ഹെഡ് കൊടുക്കുകയാണ് ഇന്ത്യൻ ഇൻകം. ഇന്ത്യൻ ഇൻകം ആകുന്ന എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ റിസീവ്ഡ്, ആ ഇൻകം കിട്ടിയിരിക്കുന്ന ഇന്ത്യയിലായിരിക്കാം. റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി received in India. Okay. So ഇന്ത്യയിൽ ഒരു ഇൻകം ഉണ്ടായി, അത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ഇന്ത്യയിൽ ടാക്സബിൾ ആയിരിക്കുമോ അല്ലയോ? സോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനോ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനോ? അവർക്കും ടാക്സബിൾ. ദെൻ എനിക്ക് അറിയേണ്ടത് ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ, സോ അയാൾ എന്താണ്? പ്രീവിയസ് ഇയറിൽ എന്താണ്? ഇന്ത്യയിലെ സ്റ്റേ വെച്ച് നോൺ റെസിഡന്റ് ആണ്, പക്ഷെ അയാൾക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ട്, അത് ടാക്സ് ചെയ്യുവോ ഇല്ലയോ? നോൺ റെസിഡന്റ് ആണ്, അയാൾക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സബിൾ. സോ ദാറ്റ് ഉണ്ടോ? ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇന്ത്യയിലെ ഇൻകം ആണോ? നിങ്ങൾ റെസിഡന്റ് ആണെങ്കിലും, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും, നോൺ റെസിഡന്റ് ആണെങ്കിലും എല്ലാം എന്താണ്? ഇന്ത്യയിലെ ടാക്സ് അടച്ചിട്ട് പോയാൽ മതി. ഇന്ത്യയിൽ നിങ്ങൾ ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കബിൾ ആകും? ടാക്സ് ലയബിലിറ്റി ആപ്ലിക്കബിൾ ആകും. ക്ലിയർ ആണോ? സോ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ
എന്താണ് റേറ്റ് പർപ്പസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്ലാബ് റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ നോൺ റെസിഡന്റ് ആണ്, പക്ഷെ ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഒരു ബാങ്ക് ഉണ്ട്, അവിടെ ഒരു FD ഇട്ടിട്ടുണ്ട്, അവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻട്രസ്റ്റ് വുഡ് ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടാക്സബിൾ ഇൻകം ആണ്. സോ നിങ്ങൾ നോൺ റെസിഡന്റ് ആണെന്നുള്ളത് എന്താണെങ്കിലും എന്താ, ഇന്ത്യയിൽ നിങ്ങൾ ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടോ, നോൺ റെസിഡന്റ് ആയിട്ടുണ്ടോ, ഇന്ത്യയിൽ ഇൻകം ഉണ്ടോ, ദാറ്റ് ഇൻകം വിൽ ബി ടാക്സ്ഡ്. ദെൻ രണ്ടാമത്തെ ഇന്ത്യൻ ഇൻകം ഏതാ, ഒന്നെങ്കിൽ റിസീവ് ചെയ്യണം അല്ലെങ്കിൽ accrue or arise or deemed to be accrue or arise in India. So എന്തോരും ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ, നോൺ റെസിഡന്റിനും ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. സോ നമുക്ക് എങ്ങനെ ഇന്ത്യൻ ഇൻകത്തിന്റെ കേസിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നേരത്തെ പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകം ഇസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ഈ ഇന്ത്യൻ ഇൻകത്തെയാണ് നമ്മൾ പിന്നീട് 5 ഹെഡിലേക്കൊക്കെ മാറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻസിഡൻസ് ഓഫ് ഇൻകം. സോ അത് ടാക്സബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യും. ഒന്നെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ അക്രൂ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അക്രൂ or arise in India. സോ കേസിലെല്ലാം എന്താണ്, ഒരു ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യൻ ഇൻകം ആണോ എന്താണ് ഈ എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. ഇന്ത്യൻ ഇൻകം ആണോ എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്ത എന്താണുള്ളത്, ഫോറിൻ ഇൻകം. സോ ഇവിടെയാണ് ഒരു പോയിന്റ്. നമ്മൾ ആ ബിസിനസ് ഫോറിൻ ഇൻകത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ അതേഴ്സ് ആണ്, അതേഴ്സ് ആണെങ്കിൽ നമ്മൾ വിട്ടു. ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ എന്ത് നോക്കും, കൺട്രോൾ, ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. സോ ഫോറിൻ ഇൻകം ആണത്തിൽ ഫസ്റ്റ് കാർഡിടുക. നമ്മൾ എന്ത് നോക്കും, ഫോറിൻ ഇൻകം തന്നെയാണ്. ദാറ്റ് മീൻസ് എന്താണ്, റിസീവ് ചെയ്യുന്നതും അബ്രോഡ് ആണ്, അക്രൂ ചെയ്യുന്നതും അബ്രോഡ് ആണ്. ഇന്ത്യക്ക് പുറത്ത് അപ്പോഴാണ് എന്താകുന്നത്, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോഴാണ് എന്താകുന്നത്, ഫോറിൻ ഇൻകം ആകുന്നത്. ദെൻ ആ ഫോറിൻ ഇൻകം എങ്ങനത്തെയാണ് നോക്കും, അത് ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണ് നോക്കും. പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. So business controlled or profession set up in India ആണോ നോക്കും. Okay. So business controlled or profession set up in India. അങ്ങനെയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ടാക്സ് ലയബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ഇവിടെ ശ്രദ്ധിക്കാം, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എവിടെ ഇൻകം ഉണ്ടാകില്ല, ഇന്ത്യയിൽ ഇൻകം ആണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഇൻകം ആണെങ്കിലും എല്ലാം എന്താണ്, ടാക്സബിൾ ആണ്. സോ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. സോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, ഇന്ത്യൻ ഇൻകം ആണോ, ഗ്ലോബൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആണോ, എന്താണേലും ഇന്ത്യയും പിടിച്ച് ടാക്സ് ചെയ്യും. ദെൻ ഈ ഒരു പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ഫോറിൻ ഇൻകത്തില് ഒന്നുകിൽ ബിസിനസ് കൺട്രോൾഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താവും, ടാക്സബിൾ ആകും. സോ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ഫോറിൻ ഇൻകത്തില് എന്ത് നോക്കും, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ കൺട്രോൾ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്ത് വരും, ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യും. എന്നാ ഇത് പറയാം, നോൺ റെസിഡന്റ് ആണെങ്കിലോ, നോൺ റെസിഡന്റ് ആണ്, ഫോറിൻ ഇൻകം ആണ്, ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ, ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്താണ്, ഇന്ത്യൻ ഇൻകം മാത്രമേ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ, ടാക്സ് ലയബിലിറ്റി അട്രാക്ട്. സോ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഫോറിൻ ഇൻകം ആണ്, ബിസിനസ് കൺട്രോൾഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിലും സോറി നോട്ട് ടാക്സബിൾ, ടാക്സബിൾ അല്ല, നോട്ട് ടാക്സബിൾ, നോട്ട് ടാക്സബിൾ. ക്ലിയർ ആണോ പോയിന്റ്? സോ ഇവിടെ നിന്നാണ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത്.
ഫോറിൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നോർമലി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എല്ലാ ഇൻകം ഇന്ത്യൻ ഇൻകം ഫോറിൻ ഇൻകം ടാക്സ്. സോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഒരു ഫോറിൻ ഇൻകം മാത്രം ടാക്സബിൾ ആണ്. ഏതാണത്? ഒന്നെങ്കിൽ ബിസിനസ് കൺട്രോൾഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താണ് നോൺ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. നോൺ റെസിഡന്റ് ആണോ എന്ത് മാത്രമേ ടാക്സബിൾ ആകത്തുള്ളൂ? ഇന്ത്യൻ ഇൻകം മാത്രം. സോ ഏത് ടൈപ്പ് ഓഫ് ഫോറിൻ ഇൻകം എന്താണ് നോൺ റെസിഡന്റിന് നോട്ട് ടാക്സബിൾ. ദെൻ അതർ ഫോറിൻ ഇൻകം. സോ ഏത് ഫോറിൻ ഇൻകം ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആകോ ഇല്ലയോ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ഗ്ലോബൽ ഇൻകം ഒന്നെങ്കിൽ ഇന്ത്യൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ ഇൻകം എന്താണ് ടാക്സബിൾ ആണ്. ദെൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനോ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനോ ടാക്സബിൾ ആണോ അല്ലയോ? ോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ത് മാത്രമേ ടാക്സബിൾ ആണ്? ഫോർ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകത്തിൽ എന്താണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ കൺട്രോൾ അല്ലെങ്കിൽ സെറ്റപ്പ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രം. ദാറ്റ് മീൻസ് വേറെ ഏത് ഫോറിൻ ഇൻകം എന്താണ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് നോട്ട് ടാക്സബിൾ. ടാക്സബിൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് നോട്ട് ടാക്സബിൾ ആണെങ്കിൽ നോൺ റെസിഡന്റോ? ഇന്ത്യക്ക് പുറത്തുള്ള ആള് ഇന്ത്യക്ക് പുറത്ത് ഇൻകം. സോ ഇന്ത്യയിൽ എന്തിനാണ് ടാക്സ് അടയ്ക്കുന്നത്? നോട്ട് ടാക്സബിൾ. നോട്ട് ടാക്സബിൾ. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന നെക്സ്റ്റ് പോയിന്റ്. പിന്നെ നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പോലെ അഡ്ജസ്റ്റ്മെന്റ് പോലെ വന്നിരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ ഒന്നുകൂടെ നോട്ട് ചെയ്യാണ്. ഇൻകം അക്രൂഡ്. ഇൻകം അക്രൂഡ് ആൻഡ് received outside India. സോ ഇന്ത്യ അക്രൂ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻകം ആയിരിക്കും? ഇന്ത്യൻ ഇൻകം ആയിരിക്കോ ഫോറിൻ ഇൻകം ആയിരിക്കോ? അല്ലെ റിസീവ്ഡ് received in any previous year. Received in any year. Any year എന്ന് കൊടുക്കാം. Received in any year. സോ ഇതും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എക്സാമിന് പലതവണ. Any year. Received in any year. So very important point. Received in any year. Preceding the previous year. So previous year ന് മുമ്പുള്ള ഏതോ ഇയറിൽ എന്താണ് ഫോറിൻ ഇൻകം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് later on remitted to India. Remitted to India in the current previous year. Later on remitted to India in the current previous year. Okay. So income accrue ചെയ്തതും റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് മീൻസ് എന്താണ് ഒരു പക്ക ഫോറിൻ ഇൻകം ആണ്. സോ റിസീവ് ചെയ്ത പക്ഷെ എന്താണ് പ്രീവിയസ് ഇയറിലല്ല, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഒരു ഇയറിലാണ്. പിന്നീട് എന്ത് ചെയ്തു? preceding the previous year ആണ്. later on remitted to India in the current previous year. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇൻകം ഒരു ഫോറിൻ ഇൻകം ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിലല്ല ആ ഫോറിൻ ഇൻകം റിസീവ് ഉണ്ടായിരിക്കുന്ന അക്രൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഏതോ ഒരു ഇയറിലാണ്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് ഇന്ത്യയിൽ റെമിറ്റ് ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഒരാള് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾ ഫോറിനിൽ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഇൻകം വേറെ ഏതോ ഇയറിലെ ഇൻകം എന്താണ് ഇന്ത്യയിലെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിലേക്ക് അയാൾ റെമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാക്സ് ലയബിലിറ്റി ടാക്സ് ഇംപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ.
റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കില്ലെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ആണോ അല്ലയോ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്? പ്രീവിയസ് ഇയറിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്ന ഇറ്റ് ഷുഡ് ബി ആൻ ഇൻകം. ഇത് ഫോറിൻ ഇൻകം ആയത് പ്രീവിയസ് ഇയറിലാണോ? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഏതോ ഇയറിലെ ഇൻകം ആണ്. സോ ആ പ്രീവിയസ് ഇയർ, ആ കറസ്പോണ്ടിങ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ടാക്സ് ഇംപ്ലിക്കേഷൻ. അയാളെ ടാക്സ് ചെയ്യണോ വേണ്ടെങ്കിൽ അയാളെ ഫോറിൻ ഇൻകം ആണോ ഇന്ത്യൻ ഇൻകം അതനുസരിച്ച് അയാൾക്ക് ഇംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഇയറിൽ എന്താണ്? ജസ്റ്റ് ഇന്ത്യയിലെ ഒരു ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ റെമിറ്റ് ചെയ്തെന്നുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻകം. ഈ പ്രീവിയസ് ഇയറിൽ അത് ഇൻകം അല്ല, ഇന്ത്യയിൽ ജസ്റ്റ് റെമിറ്റ് ചെയ്തേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നോട്ട് ടാക്സബിൾ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻകം. ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പ് ഏതോ ഇയറിൽ ഉണ്ടായ ഇൻകം ആണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പ്രീവിയസ് ഇയറിന് മുമ്പ് അന്ന് ഏതെങ്കിലും ഇൻസ്റ്റൻസ് അയാൾ റെസിഡന്റ് ആണെങ്കിൽ അയാൾ അപ്പോഴേ ടാക്സ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻകം ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വീണ്ടും ടാക്സ് ചെയ്യുമോ അയാളെ? അപ്പൊ ഡബിൾ ടാക്സേഷൻ വരത്തില്ലേ? സോ ദാറ്റ് മീൻസ് എന്താണ്? പ്രീവിയസ് ഇയർ ആക്ച്വലി ഇത് ഇൻകം അല്ല, വേറെ ഏതോ പ്രീവിയസ് ഇയറിൽ ഇൻകം ആയിട്ട് എടുത്ത ഒരു എമൗണ്ട് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഒരു ക്യാപിറ്റൽ റെമിറ്റൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതെന്തല്ല, ഒരു ഇൻകം ആയിട്ട് കണക്കാക്കത്തില്ല. അതെന്താണ്? നോട്ട് ടാക്സബിൾ. സോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് നോട്ട് ടാക്സബിൾ ആണെങ്കിൽ പിന്നെ നോക്കണോ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്തായിരിക്കും? നോട്ട് ടാക്സബിൾ ആയിരിക്കും. നോൺ റെസിഡന്റിനും നോട്ട് ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ ആണോ മധുഷ? ഓക്കെ. സോ ഇൻകം, പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം ആണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ഇത് വേറെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഏതോ ഇയറിലെ ഇൻകം ആണ്. സോ ആ കറസ്പോണ്ടിങ് അസസ്മെന്റ് ഇയറിൽ അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടാക്സ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. അതിൽ റെസിഡന്റ് ഓർഡിനറി ഓൾറെഡി ടാക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഒരു വർഷം ഇന്ത്യയിലേക്ക് അത് റെമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അത് ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അതൊരു റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ്. അത് ഇറ്റ് ഇസ് നോട്ട് എ ടാക്സബിൾ റെസീറ്റ്. ഓക്കെ അല്ലേ? സോ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡൻസിനും എന്താണ്? ആ പറയുന്ന എമൗണ്ട്, റെമിറ്റ് ചെയ്ത എമൗണ്ട് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. സോ നമുക്ക് എങ്ങനെ സമപ്പ് ചെയ്ത് 2 പോയിന്റ്. സോ സ്റ്റാർട്ട് എങ്ങനെ പറയാം? ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ. ഇന്ത്യയിലെ ഇൻകം ആണോ റെസിഡന്റിനും നോൺ റെസിഡന്റിനും ഒക്കെ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. So residential status consider ചെയ്യാതെ എന്താണ്? ഇന്ത്യൻ ഇൻകം ആണോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡൻസിനും എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. സോ ഇന്ത്യൻ ഇൻകം ആണോ? ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണ്ട, ഇന്ത്യൻ ഇൻകം ആണോ ഒന്നും നോക്കണ്ട, ടാക്സബിൾ ആയിരിക്കും. ദെൻ എന്ത് പറയാം? ഗ്ലോബൽ ഇൻകം. സോ ദാറ്റ് മീൻസ് ഇന്ത്യൻ ഇൻകം ആസ് വെൽ ആസ് ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ. ആർക്കാണ് എല്ലാ ഇൻകവും ടാക്സബിൾ ആകുന്നത്? ഗ്ലോബൽ ഇൻകം മീൻസ് Indian income and foreign income. So ആർക്കാണ് എല്ലാ ഇൻകവും ടാക്സബിൾ ആകുന്നത്? ആർക്കാണ്? ഇവിടെ നോക്കി, എല്ലാ ഇൻകവും ടാക്സബിൾ ആകുന്ന ഒരേ ഒരാളാരാണ്? ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം ആണെങ്കിലും എന്താണ്? ടാക്സബിൾ ആണ്. സോ ഇവിടെ കൊണ്ട് ഇത് നോൺ ടാക്സ്. ഇത് ആക്ച്വലി എന്തല്ല? നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഇൻകം അല്ല. അതുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ റെസീറ്റ് മാത്രമാണ്. ബിക്കോസ് ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഒരു പ്രീവിയസ് ഇയറിൽ എന്താണ്? അതിന്റെ ടാക്സ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് മീൻസ് അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇൻകം അല്ല, ജസ്റ്റ് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. സോ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ക്ലിയർ ആണോ? സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻസിഡൻസ് ഓഫ് ഇൻകം. സോ നമുക്ക് ഉണ്ടോ ഈ ഒരു പോയിന്റ് ആണ് ഒരുപാട് തവണ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ഇനിയും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫോറിൻ ഇൻകം ആണോ ചാടിക്കേറി? നോൺ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് മാത്രമല്ല, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ഒരേ ഒരു ഫോറിൻ ഇൻകം ടാക്സബിൾ ആണ്. ഏതാണ് ഫോറിൻ ഇൻകം?
business or business controlled or profession set up in India ആണെന്നുണ്ടെങ്കിൽ that foreign income is taxable for resident but not ordinarily resident. Resident but not ordinarily resident. Clear ആണോ? Then clear ആണല്ലോ എല്ലാവർക്കും? ഇതിന്റെ പ്രോബ്ലം നോക്കാം. Question 5. From the following particulars, income furnished by Mr. A pertains to year ended 31/3/22. That means previous year 22-23 ആണ്. Compute total income for assessment year 23-24 if he is resident and ordinary resident, resident but not ordinary resident, non-resident. Okay. So നമുക്ക് 5 income തന്നിരിക്കുന്നു, A, B, C, D, E. Then അത് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Following particulars, compute total income for the assessment year 23-24. അയാൾ resident and ordinarily resident ആണെന്നുണ്ടെങ്കിൽ, resident but not ordinarily resident ആണെന്നുണ്ടെങ്കിൽ, then non-resident ആണെന്നുണ്ടെങ്കിൽ. So നമുക്ക് എന്ത് കൊടുക്കാം? Computation of total income for the assessment year 23-24. Okay. So particulars, resident and ordinarily resident, resident but not ordinarily resident, non-resident. നമുക്ക് ഓരോ ഇൻകം ആയിട്ട് എടുക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇൻകം നോക്കാം. നമ്മളത് പല ഹെഡ്സിന്റെ ഇൻകം പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളെ എന്തുമാത്രം കൺസിഡർ ചെയ്യാം, അത് ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ എന്ന് മനസ്സിലാക്കുക. ദെൻ ഓരോ സ്റ്റാറ്റസിനും റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് എങ്ങനെ വരും, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെ വരും, നോൺ റെസിഡൻസിന് എങ്ങനെ വരും നോക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി. Shares of Indian company received in Germany. So either Indian income ആണോ foreign income ആണോ? Short term capital gain on sale of shares of Indian company. Shares of Indian company. So Indian company യുടെ ഷെയർ ആണ്. So that means എന്താണ്? അക്രൂ ചെയ്യുക അല്ലെങ്കിൽ എറേസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ജസ്റ്റ് എന്താണ് ടാക്സ് ഇംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി ആ ഇന്ത്യയിലെ ഒരു സാധനം ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഇട്ടിട്ട് എന്താണ് ജർമ്മനിയിൽ കൊണ്ട് അതിന്റെ പേയ്മെന്റ് വാങ്ങിച്ചിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് അതിന്റെ ഉദ്ദേശം എന്താണ്? ടാക്സ് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ഉണ്ടോ റിസീവ് ചെയ്യുന്നത് മാത്രം ഇന്ത്യക്ക് പുറത്തായാൽ പോരാ, അക്രൂ ചെയ്യുന്നതും ഇന്ത്യക്ക് പുറത്താകണം. സോ ഇവിടെ അക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ എറൈസ് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യൻ കമ്പനി ഷെയർ ആൻഡ് എറൈസ് ദി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എറൈസ് ചെയ്യുക അക്രൂ ചെയ്യുക അല്ലെങ്കിൽ അത് ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ എന്താണ്? ഈ എല്ലാവർക്കും ടാക്സബിൾ ആണ്. ദാറ്റ് മീൻസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻസിനും ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും, നോൺ റെസിഡൻസിനും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ അല്ലേ? കണ്ടോ, ഇവിടെ നമ്മൾ ഹെഡ് അല്ല കൺസിഡർ ചെയ്തത്. എന്താണ്? ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ? സെക്കൻഡ് വൺ, ഡിവിഡൻഡ് ഫ്രം ജാപ്പാനീസ് കമ്പനി റിസീവ്ഡ് ഇൻ ജപ്പാൻ. ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണോ? ഡിവിഡൻഡ് ജപ്പാൻ കമ്പനി റിസീവ്ഡ് ഇൻ ജപ്പാൻ. സോ ദാറ്റ് മീൻസ് അക്രൂ ചെയ്യുന്ന എവിടാണ്? ഇന്ത്യക്ക് പുറത്താണ്. റിസീവ് ചെയ്യുന്നതോ ഇന്ത്യക്ക് പുറത്താണ്. ദാറ്റ് മീൻസ് പക്ക എന്താണ്? അക്രൂ ചെയ്യുന്നതും എറൈസ് ചെയ്യുന്നതും ഇന്ത്യക്ക്, അക്രൂ ഓർ എറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് മീൻസ് അത് എന്താണ്? ഫോറിൻ ഇൻകം ആണ്. സോ ഫോറിൻ ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കും? ഇത് എന്തെങ്കിലും ബിസിനസ്സോ പ്രൊഫഷനോ എന്നുള്ളതാണോ? അല്ല. ദാറ്റ് മീൻസ് അതർ ഫോറിൻ ഇൻകം ആണ്. അതർ ഫോറിൻ ഇൻകം ആർക്ക് മാത്രമാണ് ടാക്സബിൾ ആകുന്നത്? ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് അലോൺ. സോ ദാറ്റ് മീൻസ് ഇതിൽ ആർക്ക് മാത്രമാണ് ഈ ഡിവിഡൻഡ് ഇൻകം ഫ്രം ജപ്പാൻ കമ്പനി റിസീവ്ഡ് ദെയർ ടാക്സബിൾ ആകുന്നത്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് മാത്രം അല്ലെ? സോ ദാറ്റ് മീൻസ് 10,000 അല്ലെ? 10,000 ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? അത് നോൺ ടാക്സബിൾ ആണ്. therefore എന്തിനകത്തോട്ട് വരില്ല? ടോട്ടൽ ഇൻകത്തിലോട്ട്. സോ ടോട്ടൽ ഇൻകം മീൻസ് ടാക്സബിൾ ടോട്ടൽ ഇൻകം.
സോ ടാക്സബിൾ അല്ലാത്തതുകൊണ്ട് എന്താണ് അവർക്ക് എക്സംഷൻ ആണ്, ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യില്ല. ദെൻ തേർഡ് വൺ പറയാം. റെന്റ് ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ deposited in a bank in London, later on remitted to India through a approved bank channel. Through a approved bank channel. എന്തൊരു ശ്രദ്ധിച്ച് ആൻസർ പറയണം. സുമാഷ നോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് തിയറി വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ട് എടുത്തുകൊണ്ട് ആൻഡ് പെർട്ടൈനിങ്സ് ടു ഇയർ 22-23 22-23 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇൻകം റിസീവ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പ് ആണെങ്കിലുണ്ടോ അവരൊരു വേർഡ് റെമിറ്റഡ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ അതിലേക്ക് തെന്നി വീടരുത്. ബിക്കോസ് ദിസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടിയിരിക്കുന്നത്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടിയിരിക്കുന്ന ഏത് പ്രീവിയസ് ഇയറിലാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ആയ 22-23 സോ അതിന് മുമ്പാണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? 22-23 ഇൻകം ആണ് ഈ താഴെ തന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ഈ റെമിറ്റഡ് എന്നൊരു വേർഡ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ്, അതിനകത്ത് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പോട്ടുള്ള ഏതെങ്കിലും ഇയറിലാണ് ആക്ച്വൽ ഇൻകം ആണോ ഇത് നമ്മുടെ ഇൻകം ഇറ്റ് സെൽഫ് ഇൻ ദ പ്രീവിയസ് ഇയർ 22-23. സോ ദാറ്റ് മീൻസ് ഇത് എന്ത് ടൈപ്പ് ഓഫ് ഇൻകം ആണ്? റെന്റ് in London. So rent from a property in London. Okay. So rental income, house property income ആണ് നമ്മൾ ഓരോ ഹെഡിൽ അത് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ റൈറ്റ് നൗ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം നമ്മൾ എടുക്കും. സോ ദാറ്റ് മീൻസ് റിസീവ്ഡ് അവിടെയാണ്, ലണ്ടനിൽ തന്നെയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താണ്, ഒരു ഫോറിൻ ഇൻകം ആണ്. സോ എന്താണ് അക്രൂ ചെയ്യുന്നത് എവിടെയാണ്? പ്രോപ്പർട്ടി ഇന്ത്യയിലല്ല, ലണ്ടനിലാണ്. റിസീവ് ചെയ്യുന്നതും എന്താണ്, ലണ്ടനിലാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പക്ക ഫോറിൻ ഇൻകം. സോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ബട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ട്, നമുക്കൊരു ഡിഡക്ഷൻ ഉണ്ട് അണ്ടർ സെക്ഷൻ 24, അതായത് ഇൻകം കിട്ടുന്നതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂവിന്റെ 30% നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. 24A അത് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, 75,000. ഇവിടെ ബ്രാക്കറ്റിൽ ചെയ്യാം. 75,000 നിന്ന് എത്രയാണ്, ഒരു 30% കുറയ്ക്കണം. എത്ര കിട്ടും? 75,000 minus 30%. വരും 52,500 ആണ് വരുന്നത്. സോ ഇതൊരു ഫോറിൻ ഇൻകം ആണ്. ബിസിനസ്സോ പ്രൊഫഷനിൽ നിന്നാണോ? അല്ല. സോ ഫോറിൻ ഇൻകം. ബാക്കി രണ്ടുപേർക്കും എന്താണ്, ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. നമ്മള് ഹൗസ് പ്രോപ്പർട്ടി സെക്കൻഡ് ഹെഡില് സാലറി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹെഡില് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഈ പറയുന്ന ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും ആ ഒരു ചാപ്റ്ററില്. സോ ഇവിടെ ജസ്റ്റ് എന്താണ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ കിട്ടുന്ന രണ്ട് ഡിഡക്ഷനിലെ ഒരു ഡിഡക്ഷൻ ആണ് 24 ക്ലോസ് എ, ഫ്ലാറ്റ് 30%. സോ ദാറ്റ് മീൻസ് കിട്ടിയ 75,000 നിന്ന് 30% കുറച്ച് 52,500. ആർക്ക് മാത്രം? ഫോറിൻ ഇൻകം ആണ്. പ്രോപ്പർട്ടി ലണ്ടനിലാണ്, ഫണ്ട് കിട്ടുന്നതും റെന്റ് കിട്ടുന്നതും അവിടെ തന്നെയാണ്. അടുത്ത എന്താണ്, ഡിവിഡൻഡ് ഫ്രം RP ലിമിറ്റഡ്, ആൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് കിട്ടുക മീൻസ് കിട്ടിയത് ഇന്ത്യയിലാണ്, റിസീവ് ചെയ്തത് ഇന്ത്യയിലാണ്. സോ ദാറ്റ് മീൻസ് അത് എന്ത് ഇൻകം ആണ്? ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. എന്ത് ഇൻകം ആണത്? ഇന്ത്യൻ ഇൻകം ആണ് അല്ലെ. ഇന്ത്യൻ ഇൻകം ആർക്ക് മാത്രം ടാക്സബിൾ, അല്ലെങ്കിൽ ആർക്കൊക്കെ ടാക്സബിൾ? ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്ടീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ദാറ്റ് മീൻസ് എന്ത് വരും? 6,000 ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. Indian income is taxable for all irrespective of residential status. Okay. ഇനി ഒരേ ഒരു കാര്യം കൂടാണുള്ളത്. എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് ഇൻ ഗുജറാത്ത്. അഗ്രി ഇൻകം
എവിടെയാണ്? ഗുജറാത്ത്. സോ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അഗ്രികൾച്ചറൽ ഇൻകം. സോ നമ്മൾ ഇൻകം വിച്ച് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം, എക്സംപ്റ്റ് ഇൻകത്തിൽ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് അഗ്രികൾച്ചറൽ ഇൻകം. സോ അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ വരാവുന്നതാണ്. ബട്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ഈസ് എക്സംപ്റ്റ്. അഗ്രികൾച്ചറൽ ഇൻകം എന്തിൽ വരില്ല? ടോട്ടൽ ഇൻകത്തില് എടുക്കില്ല. അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം. സോ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ പർപ്പസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം എ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഇൻഡെപ്ത് 2 സബ്സെക്ഷൻ 1 ആണ് ഡെഫിനിഷൻ വരുന്നത്. സോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ടോട്ടൽ ഇൻകം വിച്ച് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം, അതായത് എക്സംപ്റ്റഡ് ഇൻകത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും അഗ്രികൾച്ചറൽ ഇൻകത്തെ കുറിച്ച്. സോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക അഗ്രികൾച്ചറൽ ഇൻകം, ദാറ്റ് മീൻസ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇൻകത്തിനാണ് അഗ്രികൾച്ചർ. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എന്താണ്? ഫോറിൻ ഇൻകം ആണ്. സോ അഗ്രികൾച്ചറൽ ഇൻകം ദാറ്റ് മീൻസ് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിരിക്കണം, അത് ഇന്ത്യയിലായിരിക്കണം. സോ അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ദാറ്റ് മീൻസ് അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്? ആർക്കും ടാക്സബിലിറ്റി ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്? ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യില്ല. സോ ഇനി ടോട്ടൽ ഇൻകം. സോ 3 പേരുടെയും ടോട്ടൽ ഇൻകം ഒന്ന് പറയാം. ഇവിടെ 15, 10, 25, 52,500 6,000 കൂടെ ആഡ് ചെയ്യാം. എത്ര വരും? 83,500 അല്ലെ? 83,500. സോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഇൻകം എത്ര വരും? ടാക്സബിൾ ഇൻകം 83,500. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണെങ്കിലോ വരുന്നുണ്ട് 21,000. ദെൻ നോൺ റെസിഡൻസിനോ വരുന്നുണ്ട് 21,000. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇന്ന് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ആ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീം ടു ബി അക്വയറൈസ് ഇൻ ഇന്ത്യ. സോ അതിന്റെ 9 സബ്സെക്ഷൻ 1 കുറച്ച് തിയറി ഏരിയാസ് ഉണ്ട്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത സോ ഇവിടെ ഒന്നുകിൽ അങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി, ഇവിടെ അതിനകത്ത് അങ്ങനെ ഒരു അസംഷൻ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് റെന്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അസംഷൻ എടുക്കാമായിരുന്നു. റെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണ്? ജസ്റ്റ് റെന്റ് കിട്ടിയെന്ന, അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ന് മാത്രമേ കൺസിഡറേഷൻ പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു അസംഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താണ്? കമ്പ്യൂട്ടഡ് ആണ്, 24 ഡിഡക്ഷൻ ക്ലെയിം ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ ഒരു അസംഷൻ പറയാമായിരുന്നു. ഇവിടെ റെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് റെന്റ് ഒരിക്കലും എന്താണ്? 24 ഡിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കില്ല കിട്ടുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താണ് അങ്ങനെ എടുത്തത്. സോ വേണമെങ്കിൽ അങ്ങനെ അസംഷൻ എഴുതാം. ബട്ട് ഇൻകം എന്ന് പറയാത്ത റെന്റ് എന്ന് പറയുന്നത് തന്നെ അത് എന്തായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കറക്റ്റ് പക്ക റെന്റ് കിട്ടിയ എമൗണ്ട് ആണ്. റെന്റ് ഹൗസ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് എനി ടൈം റെന്റ് കിട്ടിയാൽ അത് ഹൗസ് പ്രോപ്പർട്ടി ഗ്രോസ് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂയിലേക്കൊക്കെയാണ് വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡിഡക്ഷൻ കുറയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? കഴിയുന്നതും ഓൾറെഡി ഡിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെന്ന് അപ്ലൈ ചെയ്യാതെ എന്ത് ചെയ്യാണ്? നമുക്ക് കുറച്ചുകൂടെ നോളജ് ഉണ്ട്. അതുകൊണ്ട് സെക്ഷൻ 24 കൂടെ പറഞ്ഞ് 24 ക്ലോസ് ചെയ്ത് നമ്മൾ സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലോസ് കൂടെ നമ്മൾ പറയും. അതുൾപ്പെടെ കോട്ട് ചെയ്ത് 30% ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായി ആ ഒരു പ്രസന്റേഷൻ. ദാറ്റ് മീൻസ് നമുക്ക് ഈ പറയുന്ന ഹെഡ്സ് ഓഫ് ഇൻകവും അറിയാം, ഇൻകം അക്രൂ ചെയ്യുന്നതും എറേസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതിന്റെ ബേസിസിൽ ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ എന്ന് എക്സാക്ട് ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനോ അറിയാം. അതുകൂടാതെ ഫോറിൻ ഇൻകം ആണെങ്കിൽ പോലും HP ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹെഡിന് വന്നത് കൊണ്ട് ഒരു ഡിഡക്ഷൻ ഉണ്ട്. ആ ഡിഡക്ഷൻ ഉൾപ്പെടെ എനിക്കറിയാം എന്ന് കറക്റ്റ് ആയിട്ട് എക്സാമിനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു തിയറി പോർഷൻ പ്ലസ് റിമൈനിങ് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ അല്ലെ? നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏറ്റവും ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു പോയിന്റ് ടാക്സബിലിറ്റി, അതായത് ഫോറിൻ ഇൻകത്തിൽ ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇന്ത്യ വെച്ചിട്ട് നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നതാണ്. സോ 4 മാർക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ നിന്നും നമുക്ക് ഇനിയുള്ള ഏരിയ കൂടെ ഡിസ്കസ് ചെയ്ത് അവിടുന്ന് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. സോ തിയറി പ്ലസ് അതിന്റെ പ്രോബ്ലം കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? തിയറി പ്ലസ് പ്രോബ്ലംസ്. ഓക്കെ, സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.